ഇ.പി. ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ ശോഭാ സുരേന്ദ്രൻ, കെ സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ ഇ.പി. ജയരാജൻ മാനനഷ്ട കേസ് നൽകാൻ നടപടികൾ ആരംഭിച്ചു. ലാവ്ലിൻ കേസിൽ ഇടപെടാൻ പിണറായി വിജയൻ തന്റെ സഹായം തേടിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി അതേസമയം നന്ദകുമാർ ഇന്ന് രംഗത്തെത്തുകയും ചെയ്തു. ഗൂഢാലോചനയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ശോഭാ സുരേന്ദ്രനെ DGPക്ക് പരാതി നൽകിയതായും നന്ദകുമാർ അറിയിച്ചു. ദല്ലാൽ നന്ദകുമാറുമായുള്ള ശോഭാ സുരേന്ദ്രന്റെ ബന്ധത്തിനെതിരെ BJPയിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രനെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് വി മുരളീധര പക്ഷത്തെ പ്രമുഖനും സംസ്ഥാന ഉപാധ്യക്ഷനുമായ P. രഘുനാഥ് രംഗത്ത് വന്നു. BJPയിൽ ആളെ ചേർക്കുന്നത് ദല്ലാളുമാരെ വെച്ചെന്ന് ശോഭയ്ക്ക് കടുത്ത വിമർശനവും ഉണ്ടായി. മെയ് 4 ചേരുന്ന ഭാരവാഹി യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ ദല്ലാൾ ബന്ധം ചർച്ച ആകും. ഈ വിഷയമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ഷാബു പ്രസാദ് BJP സഹയാത്രികനും ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഈ നന്ദകുമാറിനൊപ്പം നേരത്തെ തന്നെ ബന്ധം പുലർത്തുകയും അത് തുറന്ന് വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഇ.പി. ജയരാജനെതിരെ കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും ഒരു കടുത്ത നടപടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശുപാർശയോ നിർദ്ദേശവും ഒക്കെ മുന്നോട്ട് വയ്ക്കപ്പെടും? ഇ.പിയുടെ ഘടകം കേന്ദ്ര കമ്മിറ്റിയാണ്. അതിനപ്പുറത്തേക്ക് ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അതുണ്ടായില്ല. ഇത് എന്ത് സന്ദേശമാണ് പാർട്ടി CPM ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്? അല്ല പ്രതീക്ഷ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ആ സെക്രട്ടറിയിലെടുത്ത നടപടികൾക്ക് നിങ്ങൾക്ക് തൃപ്തികരമല്ല എങ്കിൽ നിങ്ങളിതിനെ വിമർശിക്കുന്ന പാർട്ടിക്ക് അന്വേഷിച്ച് പാർട്ടി വസ്തുതകൾ കണ്ടെത്തി ഇ.പി. ജയരാജന്റെ പേരിലുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിനുള്ള നടപടികൾ എന്താണ്? ഒന്നാമത്തെ നടപടി എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. അത് അദ്ദേഹം സമ്മതിച്ചു. ദല്ലാൾ നന്ദകുമാറുമായിട്ടുള്ള സൗഹൃദം അവസാനിപ്പിക്കണം. ഞാൻ അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. ബാക്കി ഒരു കുറ്റകൃത്യം അദ്ദേഹത്തിന് ചാർത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. വാസ്തവത്തിൽ 5 ദിവസമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾ BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കറും ഈ നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യാത്തത്? ഇങ്ങനത്തെ ഒരു ദല്ലാളുമായിട്ട് ബന്ധപ്പെട്ട് വേണോ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ വലവീശാനായിട്ട്? അത്രയ്ക്കും ഗതികെട്ടൊരു പാർട്ടിയാണോ ഈ BJP? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ആംഗിൾ ചർച്ച ചെയ്യാത്തത്? വേറൊരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ കേരളത്തിന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തെളിഞ്ഞില്ല. എന്താണ് തെളിഞ്ഞത്? നേരത്തെ തന്നെ വാർത്തയാണെങ്കിൽ നിങ്ങളൊന്നും സൂചകത്തോടു കൂടിയാണ് ആമുഖമായിട്ട് അതിന്റെ ഇൻട്രോയും ഞാൻ വായിച്ചത്. അതിനുവേണ്ടിയാണ് ശ്രീ ഷാബു പ്രസാദും ഇവിടെ ഉള്ളത്. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഞാൻ ചോദിച്ച CPM-മായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരം ലളിതമായിട്ട് കാര്യങ്ങൾ പോകേണ്ടതായിരുന്നോ വേണ്ടിയിരുന്നത്? അതല്ല, ഈ ആനുകൂല്യം എന്തുകൊണ്ട് പല സംഭവങ്ങളിലും നേരത്തെ പാർട്ടി എടുത്ത കഴിഞ്ഞ കാലങ്ങളിൽ പതിറ്റാണ്ട് കാലത്തിലുള്ള നടപടിയൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇ.പിക്ക് മാത്രം ഇത്തരത്തിലുള്ള ഇളവ് എന്തുകൊണ്ട് ലഭിക്കുന്നു? അല്ലെ, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. പ്രതീക്ഷ, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള നടപടി CPM നേതാക്കന്മാരെ എടുക്കണമെന്ന് പറയാനുള്ള എന്ത് അവകാശമുള്ളത്? CPM ഒരു സ്വതന്ത്ര ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഏതെങ്കിലും പ്രവർത്തനത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അത് തിരുത്താനും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ആർജവമുള്ള ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയിൽ CPM മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമേ ഉള്ളൂ. അതാണ് ആ തീരുമാനം തന്നെ പെട്ടെന്ന് എടുക്കാനുള്ള കാരണം ഉണ്ടായത്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ ഒന്ന് പൂർത്തീകരിക്കട്ടെ. അതായത് ഈ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി തന്നെ നിങ്ങളെല്ലാം കളങ്കതനെന്ന് വിളിക്കുന്ന ഒരു പരിധിവരെ ശരിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയതിനകത്ത് വസ്തുതാപരമായ ഒരു വസ്തുത എന്തുകൊണ്ടെന്നുള്ള ഇന്നലെ തെളിഞ്ഞില്ല. എന്താ തെളിഞ്ഞത്? ഇന്ന് ഏതാണ്ട് 1 വർഷം മുമ്പ് നന്ദകുമാറും ഈ പറയുന്ന പ്രകാശ് ജാവ്ദേക്കറും ആളാരാണെന്ന് വെളിപ്പെടുത്താതെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഡോറ് തുറന്നപ്പോൾ തന്നെയാണ് ഇയാളെ മനസ്സിലായതും. എന്താ വന്നതിന്റെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവര് കാര്യം പറഞ്ഞു, എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിന് താല്പര്യമില്ല, ഞാനിവിടെ ഒരു പാർട്ടി മീറ്റിങ്ങിന് പോകാൻ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മിനിറ്റുകൾക്കുള്ള അവരെ ഒഴിവാക്കുകയും ചെയ്യുന്നുള്ള ഒരു വ്യക്തമായ രീതിയിൽ തന്നെ പുറത്തു വന്നു. പക്ഷെ ഇവിടെ ഈ സംഭവം വലിയ രീതിയിൽ കളങ്കിതൻ എന്നല്ല, അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് പാപി എന്നാണ്, കൊടിയ പാപി എന്ന്. ആ കൊടിയ പാപിയോടുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ദിവസം നമ്മൾ ആ ചർച്ച ചെയ്താണ്. ആ കോണ്ടസ്റ്റ് അത് എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മറച്ചു വെച്ചു, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചവച്ച് നമ്മൾ കടന്നുപോയി. അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ നന്ദകുമാർ പറയുകയാണ്, അതായത് ഈ പാപി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ ഈ ലാവ്ലിൻ കേസിൽ തന്നെ ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ദല്ലാൽ ബന്ധപ്പെട്ടിരുന്നു എന്നുകൂടി പറയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡീലിന് വേണ്ടിയാണ് ഇ.പി. സംസാരിച്ചത്, അല്ലാതെ പാർട്ടിയിലേക്കല്ല എന്ന് ദല്ലാൾ ഏറ്റവും അവസാനമായിട്ടും സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ പാപി
വ്യക്തിക്കൊപ്പം പാപി എന്ന് പറയുന്ന ആളുമായി മുഖ്യമന്ത്രിയും സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതും ഒരു ഗൗരവമുള്ള വിഷയമായി മാറുന്നില്ലേ? അതിന് ഇത്ര മറുപടി ഉള്ളൂ. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ചത് താനാണ് എന്ന് ദല്ലാൽ നന്ദകുമാർ പറയാതിരുന്നത് മാത്രമേ ഉള്ളൂ ഭാഗ്യമെന്ന് പറയുന്നത്. ഒരുപക്ഷെ നാളെ അദ്ദേഹം അതിന് തയ്യാറാകാം. നരേന്ദ്രമോദിനെ ആദ്യത്തെ 2014 പ്രധാനമന്ത്രിയാക്കാനായിട്ട് പിന്നിൽ പ്രവർത്തിച്ച താനാണ് എന്നും വേണേ പറയാം. സംസ്ഥാന ജുഡീഷ്യറിയെ കുറിച്ചും ഹൈക്കോടതി ജഡ്ജിമാരെ കുറിച്ചൊക്കെ ഇന്നലെ ഇന്നുമായിട്ടൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ വിശ്വസിച്ചാണോ നിങ്ങൾ വിലയിരുത്തുന്നത്? ഇതൊക്കെ വിശ്വസിച്ചാണോ ഇതുപോലൊരു വ്യക്തിയുടെ വാക്കുകളെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്? വലിയ അത്ഭുതം തോന്നുന്നു. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് EP ജയരാജൻ ഇതിനകത്ത് തെറ്റുകാരനല്ല, ശോഭാ സുരേന്ദ്രനാണ് വാസ്തവത്തിൽ ഇതിന്റെ എല്ലാം പിന്നിലെ കാരണക്കാരി. അവിടെ ഇപ്പൊ നിങ്ങളൊക്കെ ഇത് വലിയ രീതിയിൽ വാനോളം കൊടുത്തി ശോഭാ സുരേന്ദ്രനെ ആ പാർട്ടിക്ക് അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോവാണ്. ദേശീയ തലത്തിൽ ഈ പറയുന്ന സാക്ഷാൽ ജാവദേക്കർ തന്നെ ദേശീയ നേതൃത്വത്തിന് എഴുതി കൊടുത്തിരിക്കുന്നു അവരുടെ പേര് നടപടി സ്വീകരിക്കണമെന്ന്, തന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് വരെ പറഞ്ഞിരിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് 3 തവണ EP ജയരാജനെ കണ്ടെന്ന്. ശോഭാ സുരേന്ദ്രനെതിരെയുള്ള നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. EP ജയരാജൻ വക്കീൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു, പ്രാരംഭ നടപടി എന്നുള്ള നിലയ്ക്ക്. അത് ഈ നന്ദകുമാറിനെതിരെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിയാ പോട്ടെ. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള വ്യക്തിത്വങ്ങള് കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം പാർട്ടിയിൽ ഒരു 6-7 വർഷമായിട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന, അവഗണിക്കപ്പെടുന്നു തന്റെ സംസ്ഥാന നേതൃത്വം എന്ന് പരസ്യമായിട്ട് പലതവണ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ, പരാതി പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ കേട്ടിച്ച ഈ നാടകം സത്യം പറയുകയാണെങ്കിൽ അതിനെ CPM-നെ വേട്ടയാടാൻ വേണ്ടി EP ജയരാജനിലൂടെ ശ്രമിച്ചതാണ് ഇന്നലെയോടുകൂടി കേരളം കണ്ട ആ തകർന്നു പോയ വസ്തുത എന്ന് പറയുന്നത്. അതൊരു സത്യമല്ലേ? ഷാബു പ്രസാദ്, ഇതാ CPM ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങളുടെ ഒരു മുതിർന്ന നേതാവിനെതിരെ ഉണ്ടായ മുതിർന്ന നേതാവുമായി ബന്ധപ്പെട്ട ആരോപണം, അത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിന്മേൽ EP-യോട് നിർദ്ദേശം നൽകി. അങ്ങനെ പാർട്ടി ഈ വിഷയത്തിൽ ഒരു പുകമറയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരുത്താൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴും BJP-യിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി, ഈ സ്ഥാനാർത്ഥി BJP-യിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടി ഒരു കളങ്കിതനായ വ്യക്തിക്കൊപ്പം, അത് ഷാബു പ്രസാദ് നിരന്തരം BJP-യൊക്കെ വിശേഷിപ്പിക്കുന്ന വെറുമൊരു ഫ്രോഡായിട്ടുള്ള ഒരാളോടൊപ്പം ഇത്തരം നീക്കം നടത്തിയിട്ട് പോലും അത് BJP ചർച്ച ചെയ്യാനോ ഇതുവരെ ഈ കാര്യത്തിൽ ഒരു മറുപടിയിലേക്ക് കടക്കാനോ, ഇന്നിപ്പോൾ കൃഷ്ണദാസിന്റെ മറുപടി വരുന്നത് ദല്ലാളുമായി ഒപ്പം ചേർക്കാം, അതിൽ പ്രശ്നമില്ല എന്നാണ്. പക്ഷേ ഒരു ഉപാധ്യക്ഷന്റെ ഭാഗത്തു നിന്നും മറ്റൊരു ദുസൂചന ഒളിയമ്പ് വരുന്നു. അപ്പോൾ BJP-യിലും ഇത് ആടിയുലയുന്ന ഒരു പ്രശ്നത്തിലേക്ക് മാറിയിട്ടുണ്ടോ ശോഭാ സുരേന്ദ്രൻ വിഷയം? BJP-യും മറുപടി പറയേണ്ടതല്ലേ ഇതിൽ? പ്രതീക്ഷേ, ഈ സത്യത്തിൽ ഈ വിഷയം എന്ന് പറയുന്നത് ഈ CPM പിടിച്ച ഒരു പുലിവാലാണ്. ഇത് ഈ ദല്ലാളുമായിട്ടുള്ള, ദല്ലാൾ എന്നല്ല ഞാൻ അവനെ പിമ്പെന്നേ വിളിക്കും, ഈ വിഷയം എപ്പോഴാണ് തുടങ്ങിയത്? ഒരു 2 ആഴ്ച മുമ്പ്. 2 ആഴ്ച മുമ്പ് അന്ന് ഇവന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് അനിൽ ആന്റണി, നമ്മൾ കണ്ടതാണ്. അനിൽ ആന്റണിയിലൂടെ AK ആന്റണിയിലേക്ക്, AK ആന്റണിയിലൂടെ കോൺഗ്രസിലേക്ക്, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് ആന്റോ ആന്റണിയെ ജയിപ്പിച്ച് കയറ്റാനുള്ള ഒരു CPM-ന്റെ ഒരു കുടില തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ശിഖണ്ഡിയെ ഇതിന്റെ അകത്തോട്ടിറക്കിയത്. അന്നും ഇതേപോലെ നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ ഇതേപോലെ താങ്കൾ പറയുന്നതോടൊപ്പം BJP-യുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ഇത്തരത്തിലുള്ള ഒരു ആശയവിനിമയം, പണം വാങ്ങാനുള്ള സൗകര്യവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു നേതാവ് ഈ വെറും കളങ്കിതനായ, താങ്കൾ പറഞ്ഞ ഒരു ഫ്രോഡ്, താങ്കൾ പറഞ്ഞ വധം ഞാൻ ഉപയോഗിക്കുന്ന ശിഖണ്ഡി എന്ന് പറയുന്ന വ്യക്തിക്കൊപ്പം ഒരു ഇടപാട് നടത്തുകയാണ്. മറ്റു പല ഡീലുമാണ്, സാമ്പത്തിക ഇടപാട്. ഇതിലൊക്കെ ഒരു അന്വേഷണം വേണ്ടേ BJP-യെ സംബന്ധിച്ചോളം? ഞാൻ അങ്ങോട്ട് വരാം തങ്ങളൊന്ന് നടന്ന്. അപ്പോ അന്ന് നമ്മൾ ഇതുപോലെ ഇരുന്ന് ചർച്ച ചെയ്തപ്പോൾ ഈ റെജി ലൂക്കോസ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. ഇതേപോലെ തീർച്ചയായും ദല്ലാൾ നന്ദകുമാറിന്റെ വാക്കുകളെ മുഖവിലക്കെടുത്തുകൊണ്ട് അയാൾ വെറുതെ പറയില്ലല്ലോ. അനിൽ ആന്റണി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, തീർച്ചയായും അതിൻ്റെ അകത്ത് കാര്യമുണ്ട് എന്നാണ് അന്ന് റെജി ലൂക്കോസ് ഇവിടെ ഇതേപോലെയുള്ള ഫ്ലോറിൽ നമ്മൾ 3 പേരും കൂടി ഇരുന്ന ചർച്ചയിൽ റെജി ലൂക്കോസ് പ്രതികരിച്ചത്. അതായത് അന്ന് അപ്പോൾ അവർക്ക് ഈ ദല്ലാൾ, ഈ നന്ദകുമാറിന്റെ വാക്കുകൾ വേദവാക്യമായി.
ഇപ്പോ അയാളുടെ ഇവര് കൊടുത്ത സ്ക്രിപ്റ്റിന് പുറത്തേക്ക് അയാൾ ശോഭയെ കയറി ചൊറിഞ്ഞു, ശോഭ തിരിച്ചു കയറി മാന്തി, അതിൻ്റെ അകത്തൂടെ ഇ.പി. ജയരാജന്റെ കേസ് വന്നു. അയാൾ പിന്നെ അവസാനം വന്നിട്ട് സംഗതി പിണറായി വിജയനിലേക്ക് എത്തിയപ്പോൾ അയാളിപ്പം അയാളുടെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റില്ല, അയാൾ കളങ്കിതനാണ്, മറ്റതാണ്, മറിച്ചതാണ്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ സാധനത്തിനെ വിശ്വസിച്ച് കൊണ്ടിറക്കി CPM-ന്റെ സ്ക്രിപ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ പോകാതിരുന്ന് അയാള് ശോഭാ സുരേന്ദ്രനിലേക്കും ഇതിലേക്കൊക്കെ എത്തിയതാണ് ഇത് ഇത്രയും ഈ സംഭവങ്ങൾ കുളവാകാനുള്ള. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെജി ലൂക്കോസ് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് അയൽവക്കത്തേക്ക് പോയപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ആ ദിവസത്തെ ചർച്ചയിൽ സ്വന്തം വീട്ടിലെ നമ്മുടെ ഓട് പൊട്ടിയതൊന്ന് നോക്കിയിട്ട് അപ്പുറത്തെ വശത്ത് വീട്ടിലെ ചില്ല ഒടിഞ്ഞു വീണതിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ താങ്കളോടും പറയുകയാണ്, നമുക്ക് ഇവിടെ കളങ്കിതരായ വ്യക്തിക്കൊപ്പം പ്രധാനപ്പെട്ട ഒരു നേതാവ്, കേരളത്തിന്റെ ഒരു പ്രഭാരി, ആ കേരളത്തിലെ പ്രഭാരി കേരളത്തിലെ സംസ്ഥാനത്തെ ഘടകത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അവർക്കൊപ്പം പോകുന്നു, BJP-യിലേക്ക് ആളെ ചേർക്കുന്നു, തൃശ്ശൂരിൽ ഒരു സീറ്റ് വേണം, കേരളത്തിലൊരു ദല്ലാളില്ലെങ്കിൽ BJP-ക്ക് ഒരു സീറ്റ് പിടിക്കാൻ കഴിയാത്ത ഗതികേട് എന്താണുള്ളത്? അപ്പോൾ അവിടെ ഈ പ്രഭാരി ഉൾപ്പെട്ടുള്ളത് കൊണ്ടാണോ BJP-ക്ക് ഇത് ചർച്ച ചെയ്യാൻ പഠിക്കുന്നത്? ഇന്നപ്പോൾ രഘുനാഥ് ഈ നീണ്ട വാചകം എഴുതുമ്പോൾ അത് വി മുരളീധരന്റെ പ്രധാനപ്പെട്ട ഒരു അനുയായിയാണ് അദ്ദേഹം. ഇതൊരു BJP-യിൽ ഒരു പഴയ ശോഭാ സുരേന്ദ്രൻ പക്ഷം അല്ലെങ്കിൽ വി മുരളീധരൻ പക്ഷം എന്ന ഒരു പോരിലേക്ക് കൂടി തലപൊക്കിയിട്ടുണ്ടോ ഈ വിഷയം? അല്ല, തീർച്ചയായും BJP-ക്കുള്ളിൽ ഇതിനെ പറ്റിയുള്ള ചർച്ചകളും നടക്കുന്നുണ്ടാവണം. കാര്യം ഇതൊരു ചെറിയ വിഷയമല്ലല്ലോ. അതായത് ഇപ്പൊ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന BJP-യും BJP-യുടെ പ്രഭാരിയും BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും അവിടുത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമൊക്കെ ആയ ശോഭാ സുരേന്ദ്രനും ഒക്കെ ഉൾപ്പെടുന്ന വലിയ ഒരു രാഷ്ട്രീയ വിഷയം കേരളത്തിൽ വലിയൊരു വിവാദമായിരിക്കെ തീർച്ചയായും അതിൻ്റെതായ ചർച്ചകൾ BJP-യുടെ സംഘടനാ തലത്തിലും ഉണ്ടാകും. അതിൻ്റെ അകത്ത് അതിൻ്റെതായ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടാകും. അത് പലരും തുറന്നു പറഞ്ഞെന്ന് വരും, തുറന്നു പറഞ്ഞില്ല എന്ന് വരും. ഇനിയും അതിൻ്റെയൊക്കെ ബാക്കി എന്തായാലും അതിൻ്റെ ശരിതെറ്റുകൾ പാർട്ടി തീരുമാനിക്കട്ടെ, BJP തീരുമാനിക്കട്ടെ. നമുക്ക് ഇപ്പൊ ഇവിടെ ഇരുന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം മാത്രമേ പറയാൻ എനിക്ക് കഴിയുള്ളൂ. എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഇടപാട് ഇതുപോലുള്ള ഇപ്പം എൻ്റെ അഭിപ്രായം ഇപ്പൊ ഈ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ള ഗജഫ്രോഡുകളുമായിട്ട് കമ്പനി കൂടാൻ ഞാൻ പോവില്ല. അതേ എനിക്ക് പറയാൻ പറ്റൂ, അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഇവര് തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു, എത്രത്തോളം അത് മുമ്പോട്ട് പോയിട്ടുണ്ട്, ഇതൊക്കെ ഈ നമുക്ക് വരുന്ന സ്പെക്കുലേഷൻസും കൂടിക്കലർന്ന കാര്യങ്ങൾ ഇന്നിപ്പോൾ ദല്ലാള് പറയുന്നു ഈ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇടപെട്ടു. കാരണം പലപ്പോഴും ഇദ്ദേഹം പറയുന്നത് കണക്ട് ചെയ്ത് വരുമ്പോൾ പലരും പിന്നീട് സമ്മതിക്കുന്ന സാഹചര്യം ദല്ലാളാണ് അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരുവനാണെങ്കിൽ കൂടിയും പറയുന്ന കാര്യങ്ങൾ അതിന്റെ ടൈം കോണ്ടസ്റ്റ് ഇതൊക്കെ വെച്ചാണ് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഞാൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ലാവ്ലിൻ കേസ് ഇതാ പോസ്റ്റ് ചെയ്യുന്നു, മെയ് മാസം ആദ്യം അടുത്ത ആഴ്ച ഇത് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ പോസ്റ്റിങ്ങിനെ കുറിച്ച് പോലും വളരെ വ്യക്തമായ രീതിയിൽ ആധികാരികമായ CBI കൗൺസിൽ എന്തായിരിക്കും കോടതിയിൽ പറയാൻ പോകുന്നത്, ഇതൊക്കെ പറയാൻ ദല്ലാൾ ഇത്രമാത്രം എവിടുന്നാണൊരു ക്ലാരിറ്റി പോലെ തോന്നുന്ന വിധം സംസാരിക്കാൻ കഴിയുന്നത്? അതെ പ്രതീക്ഷേ, നമുക്ക് ഈ നുണകളെ പ്രതിരോധിക്കാൻ വളരെ എളുപ്പം. അത് നുണയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിയും. എന്നാൽ ഈ അർത്ഥസത്യങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ആ സമയത്ത് ദല്ലാൾ അവിടെ ഉണ്ടായിരുന്നു, ഫോൺ റെക്കോർഡുണ്ട്, ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടിരുന്നു, സത്യമാണ്. പക്ഷെ എന്താണ് സംസാരിച്ചത് അത്ര മാത്രമേ അതിൻ്റെ അകത്ത് സത്യം ഉണ്ടാവും. പലപ്പോഴും ഈ നന്ദകുമാർ എന്ന് പറയുന്ന ഈ പിമ്പ്, ഞാൻ അങ്ങനെ പറയുള്ളൂ, കൂട്ടിക്കൊടുപ്പുകാരൻ, അങ്ങനെ അവനെ ഞാൻ വിശേഷിപ്പിക്കും. ഇനി അയാൾ നരേന്ദ്രമോദിയുടെ കമ്പനിയാന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ തന്നെ പറയും. അത് ഇവൻ പറയുന്നത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ നല്ല സംഭാഷണ ചതുരനാണ്. ആ രീതിയിൽ കൺവിൻസിങ് ആയിട്ട് സംസാരിക്കാൻ അറിയാം. കയ്യിലുള്ള കുറച്ചൊരു അർദ്ധസത്യങ്ങൾ അവിടെ ഇവിടെ ഉള്ളത് എല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ആൾക്കാരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയാം. അത് ഈ പിമ്പുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണല്ലോ. ആ കഴിവാണ് ഇവൻ ഇവിടെ ഉപയോഗിക്കുന്നത്. പറയുന്നതിൻ്റെ അകത്ത് അർദ്ധസത്യങ്ങൾ. ഞാൻ എപ്പോഴെങ്കിലും പിണറായി വിജയന്റെ ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി കണ്ടിട്ടുണ്ടാവും. ഞാൻ പിണറായി വിജയന്റെ ഓഫീസിൽ ആ ചായയും പടയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഉടനെ കൊടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അങ്ങ് പറഞ്ഞത്. ആ ചായയും പടയും എന്താണ് റെഡിയാവാത്തത്?
സമയം കിടക്കല്ലേ, ഒന്നും അടുപ്പത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ, വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ. നിങ്ങളൊന്ന് ക്ഷമിക്ക്. എന്തായാലും അവനുള്ള ചായയും മടയും. ഇനിയിപ്പോ ഒരു കാര്യമുണ്ട്, മിക്കവാറും അത് CPM തന്നെ കൊടുത്തോളൂ എന്നാണ് തോന്നുന്നത്. മുഖ്യമന്ത്രിയെ വലിച്ചിഴയ്ക്കുന്നു, ഇതാ EPA വലിച്ചിഴയ്ക്കുന്നു, ഒരു സിസ്റ്റത്തെ മുഴുവൻ അല്ലെങ്കിൽ ഒരു CPM എന്ന സംവിധാനത്തെ അടിമുടി സംശയത്തിന്റെ നിലയിലേക്ക് എത്തിച്ച ഒരു പാപിയെ, ആ പാപിക്കെതിരെ എന്താണ് പാപിക്കെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നോട് സംസാരിച്ചു, ലാവ്ലിൻ കേസ് എന്നൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സംശയത്തിന്റെ നിഴലിലേക്ക് നിർത്തുമ്പോൾ ആ വ്യക്തിക്കെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി, കൃത്യമായ നടപടി. കാരണം പിണറായി വിജയനെയാണ് ഇപ്പോൾ ഈ സംശയത്തിന്റെ നിഴലിലേക്ക് ഈ ദിവസം വലിച്ചിഴയ്ക്കുന്നത്. എന്തുകൊണ്ട് CPM മുന്നോട്ട് പോകാൻ ഭയപ്പെടുന്നു? അതോ എന്താണ് മടി CPM-നെ സംബന്ധിച്ചോളം? ഈ നന്ദകുമാറിനെ, ദല്ലാളിനെ ഭയമാണോ? തീർച്ചയായിട്ടും അതിന് മറുപടി ഉണ്ട്. അതിനു മുമ്പായിട്ട് ശാവപ്രസാദ് പറഞ്ഞതിനൊരു മറുപടി ഉണ്ട്. അത് പറഞ്ഞിട്ട് ഒറ്റ വാചകം കൊണ്ട് പറയാം. ഞാനെന്നാ ചർച്ചയിൽ അത് പറഞ്ഞ കാര്യം 101% കറക്റ്റ്. അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് യാതൊരു തർക്കവുമില്ല. കാരണം എന്തുകൊണ്ടാ, ഇതെല്ലാം നന്ദകുമാർ തന്നോട് 25 ലക്ഷം രൂപ വാങ്ങിച്ചു എന്നും ആ 25 ലക്ഷം രൂപ വാങ്ങിച്ച് തിരിച്ചു തന്നത് 5 ഗഡുക്കളാണെന്നും ആരോപണം ഉന്നയിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ അന്ന് വൈകുന്നേരം പിറ്റോസി അനുരാജിനോട് ചോദിച്ചു, അനുരാജ് തെളിവ് സഹിതം വന്ന് നിങ്ങളുടെ അടുത്ത് പറയാം, അതുവരെ ഇതിനെക്കുറിച്ച് മറുപടി ഇല്ലാന്ന് പറഞ്ഞു. തന്നെയുമല്ല അതിന് ആധികാരികത ഉണ്ടെന്ന് കേരളം തിരിച്ചറിഞ്ഞ എങ്ങനെയാ? സമുന്നതനായിട്ടുള്ള BJP നേതാവ്, കോൺഗ്രസ് നേതാവ് PJ കുര്യൻ സാറ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പരാതി കൊടുത്തിരുന്നു, അദ്ദേഹം ഈ പൈസ ചോദിച്ചു എന്നുള്ള ആരോപണവും ഈ പറയുന്ന നന്ദകുമാർ ഉയർത്തിയപ്പോൾ അത് ശരിയാണ്. നന്ദകുമാർ എന്നോട് ആ പൈസയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. PJ കുര്യൻ അത് അംഗീകരിക്കുകയും ചെയ്തപ്പോൾ പിന്നെ ഇതിനെ എങ്ങനെയാണ് തിരിച്ച് സംസാരിക്കുന്നത്? അത് വളരെ കറക്റ്റാണ്, 100% കറക്റ്റാ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 5 ദിവസമായി. എല്ലാവരും ഈ നിമിഷം വരെ പത്രക്കാരെ കണ്ടോ? ഈ കടുത്ത ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ട് അയാൾ പറഞ്ഞ വാക്ക് അയാൾ പാലിച്ചിട്ടില്ല. കേരളത്തിലെല്ലാം കാതോർത്തിരിക്കുകയാണ്. ഇനി CPM-ന് ഭയം. CPM എന്ന് പറഞ്ഞ പാർട്ടി എല്ലാം നന്ദകുമാറിനെ ഭയക്കുന്നത് എങ്ങനെയാണ് പ്രതീക്ഷ ചോദിക്കാൻ പറ്റിയേ? ഒരു കാര്യം ശ്രീ റെജി ലൂക്കോസ്, ഞാൻ നന്ദകുമാറിനെ ഈ നിമിഷം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി VCR പറഞ്ഞു, പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. ഇന്ന് നന്ദകുമാർ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞത് ഇതുവരെയും കാരണം ഈ കണക്ഷൻ അങ്ങ് ക്ലോസ് ചെയ്തേക്കണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ട് ആ നമ്പർ ഇതുവരെയും ബ്ലോക്ക് പോലും ചെയ്തിട്ടില്ല. ആ നന്ദകുമാറിന്റെ നമ്പർ ബ്ലോക്ക് പോലും ചെയ്യാൻ മടിയാണ് EPയെ സംബന്ധിച്ചോളം. EP പറയുന്ന വാചകങ്ങളിൽ ഒരു തരത്തിൽ പോലും നന്ദകുമാറിനെതിരെ കടുപ്പിക്കുന്നില്ല. ശോഭാ സുരേന്ദ്രനെതിരെ കടുപ്പിക്കുന്നുണ്ട്, സുധാകരനെതിരെ കടുപ്പിക്കുമ്പോഴും നന്ദകുമാറുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ഒരു ബന്ധം നിലനിൽക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസവും തന്നെ ബന്ധപ്പെട്ടു എന്ന് നന്ദകുമാർ ഇന്നും പറയുമ്പോൾ അത്ര പെട്ടെന്ന് അറുത്ത് മാറ്റാൻ പറ്റാത്ത ഒരു ബന്ധമാണ് ഇരുവരും തമ്മിലെന്ന് ആരെങ്കിലും തെറ്റ് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ശ്രീ റെജി ലൂക്കോസ്? ഇല്ല, അവർ പറഞ്ഞോട്ടെ. അവരങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പാർട്ടി ജന്മമെടുത്തതിന് ശേഷം ഇതുവരെ എന്തെല്ലാം ഇതിൽ നുണക്കഥകളായിട്ട് വരുന്നു. ഏതെങ്കിലും നുണക്കഥകൾക്ക് തെളിയിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? പിന്നെ അദ്ദേഹത്തിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തില്ല. ഇതുവരെ നിങ്ങൾ ഞാൻ മടങ്ങിയെത്താം ശ്രീ റെജി ലൂക്കോസ്. നന്ദകുമാർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ നന്ദകുമാർ, അതായത് താങ്കൾക്കെതിരെ ഇപ്പോൾ EP ജയരാജൻ വക്കീൽ നോട്ടീസ് നടപടികൾ ആരംഭിച്ചു, നിയമ നടപടിയിലേക്ക് പോകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു ക്ലാരിറ്റിയാണത്? നല്ല കാര്യമാണ്, നടക്കട്ടെ. നിയമ നടപടി പോകണം. കാരണം ഇതിനകത്തെ കൽപ്പിച്ച് ശോഭാ സുരേന്ദ്രനാണ്. തീർച്ചയായും അദ്ദേഹം നിയമ നടപടിക്ക് പോകണം. വക്കീൽ നോട്ടീസിന്റെ പ്രശ്നമില്ല, അദ്ദേഹം പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം. കാരണം ഇതിനകത്തൊരു ഗൂഢാലോചന എലിമെന്റ് ഉണ്ട് സുധാകരനും ശോഭാ സുരേന്ദ്രനും. വെറുതെ അദ്ദേഹത്തിന്റെ പേര് വലിച്ചിറക്കിയാണ് ഇതാ. ഞാൻ EPയുടെ കാര്യമാണ് പറഞ്ഞത്. EPയുടെ കാര്യം ഞാൻ പറഞ്ഞ കേട്ടില്ല. EPയുടെ കാര്യത്തിൽ അനാവശ്യമായി അദ്ദേഹത്തിന്റെ പേര് വലിച്ചിറക്കിയാണ് ചെയ്തത്. അദ്ദേഹം വക്കീൽ നോട്ടീസ് മാത്രമല്ല പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. എനിക്കും ശോഭയ്ക്കും ഈ സുധാകരനെതിരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ EPയെ സപ്പോർട്ട് ചെയ്യണോണ്ടല്ല, കാരണം തോന്നിവാസം പറയാൻ പാടില്ല ആ ലേഡി ഒരു പങ്കാളിത്തമില്ല ഇക്കാര്യത്തിൽ. ആ ലേഡിക്ക് താങ്കളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, താങ്കളോട് അടിക്കടി ബന്ധപ്പെട്ടിരുന്ന കൂട്ടുകാരൻ എല്ലാ ബന്ധങ്ങളും ഒറ്റയടിക്ക് അവസാനിപ്പിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് വിട്. അദ്ദേഹം ബന്ധം അവസാനിക്കാൻ അദ്ദേഹം കുറെ നാളായിട്ട് വിളിക്കാറൊന്നുമില്ല. അദ്ദേഹത്തെ ഞാനാണ് 25-ാം തീയതി വിളിച്ചത്. പക്ഷേ അതായത് നിങ്ങൾ സംസാരിച്ചത് താങ്കളാണ് അങ്ങോട്ട് വിളിച്ചത് തെരഞ്ഞെടുപ്പ്? അദ്ദേഹത്തോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് തോന്നിയവാസമാണ് സുധാകരൻ പറയണത്. എന്ത് ഇതുവരെ സുധാകരനൊരു മറുപടി പറയാൻ ഞാൻ സുധാകരനൊരു ഒരു ലീഗൽ ആക്ഷൻ എടുക്കാത്തത്? നമ്മൾ എത്ര വട്ടം ഞാൻ പറഞ്ഞോണ്ടിരുന്നു EP ജയരാജൻ BJP പോകാൻ ശ്രമിച്ചിട്ടില്ല, പറയുന്നത് തെറ്റ്. അദ്ദേഹം ലീഗൽ ആക്ഷൻ എടുക്കണം, എന്റെ പേരിൽ കൂടി എടുക്കണം, എന്നാലേ എനിക്ക് പറയാനുള്ള അവസരം കിട്ടുള്ളൂ. അദ്ദേഹത്തിന് എനിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞേനെ അദ്ദേഹം പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. കാരണം അതായത് ശ്രീ നന്ദകുമാർ, ഒറ്റ കാര്യം, ഒരു പോലീസ് കംപ്ലൈന്റിലോ അല്ലെങ്കിൽ ഒരു നിയമ നടപടിയിലേക്ക് വന്നാൽ താങ്കൾക്ക് ഇനിയും പറയാനുള്ള ഒരു അവസരമാണതല്ലേ? താങ്കൾക്ക് ഇനിയും പലതും പറയാനുള്ള അവസരമാണത്. അതൊന്നുമല്ല, ഒന്ന് പറയണ കേൾക്ക്. നിങ്ങൾ വെറുതെ അതിന് മനസ്സടക്കല്ലേ. ഞാനൊരു കംപ്ലൈന്റ് ഇന്നലത്തെ ഡേറ്റിൽ DGPക്കും എന്റെ പോലീസ് സ്റ്റേഷനും കൊടുത്തിട്ടുണ്ട്. എന്താവും ഞാൻ നോക്കും. കാരണം 120B ഒറ്റയ്ക്ക് നിൽക്കൂല, അതിന്റെ കൂടെ സബ്സെക്ഷൻ വേണം.
ഗൂഢാലോചന ശോഭാ സുരേന്ദ്രനും ഈ സുധാകരനും തമ്മിൽ നടന്നു, അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ. ഞാൻ അതിന് കൂട്ടുകൂല. അദ്ദേഹത്തെ ഫ്രണ്ടും ബാക്കും ഒക്കെ മാറ്റി വെക്കി. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഒരു ഡിസ്കഷനിൽ പ്രസന്റ് ആയിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രനോട് നമുക്ക് അംഗീകരിക്കാം. ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യത്തിലും ഇടപെടാത്ത ശോഭാ സുരേന്ദ്രൻ നുണ പറഞ്ഞ എങ്ങനെ വെക്കണത്? കണ്ടോ, കാലിപ്പ് തെളിയിക്കും. രാമായണത്തി വന്ന് പിന്നെ ഹോട്ടലിന്റെ പേരും മാറിപ്പോയി, ലളിതിലൊന്നും അല്ല പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ പക്ക തട്ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട്. കണ്ടോ, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എന്റെ പരാതി ഇന്നിപ്പോ ട്രാക്ക് ചെയ്തപ്പം അത് ഓൺ ദ വേയിലാണ്. എന്റെ പരാതി കിട്ടി. താങ്കൾ ഇപ്പോഴും സംസാരിക്കുമ്പോഴും അല്ല ഇപിയോടൊരു മൃദു ഭാവത്തിലുള്ള സംസാരമാണ്. അതെന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ തുടരേണ്ടി വരുന്നത്? ഞാൻ പറയാൻ സമ്മതിക്ക്. എന്നെ ഇടയ്ക്ക് കയറി പറയല്ലേ. ഞാൻ കൊടുത്ത കംപ്ലൈന്റ് ഗവൺമെന്റ് പോലീസ് ആക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോയി ആ പരാതി അന്വേഷിപ്പിക്കണം എന്ന് ഓർഡർ മേടിക്കും. ഒരു സംശയവും വേണ്ട. കാരണം എനിക്കൊരു സോഫ്റ്റുമില്ല. ഒരു മനുഷ്യനെ വെറുതെ തേജോവധം ചെയ്യാൻ പാടില്ല. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഈ ഒരു ഡിസ്കഷനും ഇല്ലാത്ത ശോഭാ സുരേന്ദ്രൻ അനാവശ്യമായി ഇപിയുടെ പേര് വലിച്ചെടുത്തത് തെറ്റാണ്, തെറ്റ് തന്നെയാണ്. അത് തെളിയിക്കാൻ ഉത്തരവാദിത്തം എനിക്കുണ്ട്. അല്ല എനിക്കെന്താ സോഫ്റ്റ് കോർണർ, എനിക്കെന്താ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തു? പക്ഷേ ശ്രീ നന്ദകുമാർ, ഒരു കാര്യം ഇപ്പോൾ ഈ താങ്കൾക്കെതിരെ ഇപി ഒരു നിയമ നടപടിയിലേക്കോ വക്കീൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പിന്നീടുള്ള താങ്കളുടെ നിലപാട് എന്തായിരിക്കും? എനിക്ക് വക്കീൽ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറുപടി കൊടുക്കും. ഈ എപ്പിസോഡ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എനിക്ക് വക്കീൽ നോട്ടീസ് അല്ല തരേണ്ടത്, നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം, ഒരു FIR രജിസ്റ്റർ ചെയ്യണം എന്ന് പറയും. അങ്ങനെയാണ് മറുപടി കൊടുക്കും. സമ്മതിച്ചിട്ട് ഇന്ന എപ്പിസോഡ് നടന്ന് ഇന്ന ദിവസം കണ്ട് ഞാനാണ് വിളിച്ചത്. ഇതിനകത്ത് ശോഭാ സുരേന്ദ്രന്റെ റോള് തട്ടിപ്പിന്റെ റോളാണ്. ശോഭയ്ക്കെതിരെ എന്ത് രസമായിരിക്കും. അവിടെ അപ്പോൾ ഇപി കുറച്ചുകൂടി അപ്പോൾ പ്രതിരോധത്തിലേക്ക് വരികയല്ലേ? ഒരു പടുകുടിയിലേക്ക് വീണ്ടും ആഴുകയല്ലേ? എന്താ പ്രതിരോധം? അദ്ദേഹത്തെ ജാവദേക്കർ കണ്ടതിനെന്താ തെറ്റ്? അന്ന് ജാവദേക്കർ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റിൽ മുഖ്യമന്ത്രിയുണ്ട്. അവിടെ വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടാലോ എന്ന് പറഞ്ഞാൽ തെറ്റായി പോവോ? ഇതിനകത്ത് എന്താ തെറ്റ് നടന്നേക്കണ? EP ജയരാജന്റെ പാർട്ടിയിൽ നിന്ന് എന്താ പറഞ്ഞത്? പാർട്ടി ചേരാനാണോ പറഞ്ഞത്? ശോഭാ സുരേന്ദ്രൻ എന്ത് തെമ്മാടിത്തരോ പറഞ്ഞത്? BJP ചേരാൻ? അല്ലല്ല, മുഖ്യമന്ത്രി പറഞ്ഞ പാപിയാണ് താങ്കൾ. മുഖ്യമന്ത്രി പറഞ്ഞ പാപിയാണ്, ഫ്രോഡാണ്. MP ഗോവിന്ദൻ പറഞ്ഞ ഫ്രോഡാണ്. ആ ഫ്രോഡുമായി CPM-ന്റെ ഒരു LDF-ന്റെ കൺവീനർ അത് ഒരു തെറ്റുമില്ല എന്ന് താങ്കൾക്ക് പറയാം. പക്ഷെ ആ പാർട്ടി ഫോറത്തിനത് അങ്ങനെ പറയാൻ പറ്റുമോ? പാർട്ടി ഫോറം പറയാണ്ടിരിക്കാൻ എന്റെ വിഷയമല്ല. മുഖ്യമന്ത്രി ഒരിക്കലും എന്നെ ഫ്രോഡെന്ന് വിളിച്ചിട്ടില്ല. MP ഗോവിന്ദൻ മാഷ് വിളിച്ചു എന്ന് ഞാൻ അതെ, MP ഗോവിന്ദൻ പാപിയാണെന്ന് മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. പാവി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? പാതാളത്തിലേക്ക് പോകണമെന്നുള്ള അർത്ഥം കൂട്ടിയപ്പോഴേ അതിന്റെ പേരിൽ ശരീരത്തിൽ കാറ്റൊന്നും വരൂലല്ലോ. അത് അദ്ദേഹം പറഞ്ഞത് ഞാൻ അംഗീകരിച്ച്. ഞാൻ അത് പലവട്ടം കഴിഞ്ഞ വിഷയമാണ്. നമ്മുടെ മുന്നിൽ എന്താ വിഷയം? അപ്പൊ താങ്കൾ വിളിക്കേണ്ടില്ല. എന്നാലും ഒരു കാര്യം കൂടി അറിയട്ടെ, താങ്കളുടെ ഫോൺ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ EP? എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. ഇതുവരെ ചെയ്യുമത് പാർട്ടി പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞു. അതുകൊണ്ടാണ് വെച്ചത് ക്ലാരിറ്റി. പാർട്ടി ഫോൺ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞില്ല എന്നോട് കൂടെ. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. കണ്ണൂർക്ക് പോകുമ്പോ 2 മാസ്ക് എടുക്കണം. ഞാൻ മൗത്ത് മാസ്കാ വെച്ചത്. ഇപ്പൊ ഐ മാസ്ക് കൂടി കരുതണം. കാരണം അന്ത്യ അടുത്ത് വന്ന കണ്ണ് കാണാണ്ടിരിക്കണമല്ലോ. കണ്ടാലും കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ പാവത്തിന്. നന്ദകുമാർ പറയുന്നത് പലരും ട്രെയിലറാണ് ഇതുവരെ. ഇനിയും യഥാർത്ഥ ചിത്രം ഇനിയും വരുമോ വരും ദിവസങ്ങളിൽ? അതൊക്കെ നമുക്ക് 4-ാം തീയതി നോക്കാം എന്താണ് ചിത്രം. വെയിറ്റ് ചെയ്യും സഹോദര. നമ്മൾ പറയാനല്ല പറഞ്ഞു. അതിനകത്ത് EP ചേരാൻ തെറ്റുകാരനല്ല. ശോഭാ സുരേന്ദ്രൻ പറയുന്ന പൂർണ്ണമായി കളവാണെന്ന് നിങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ചാനലും നിങ്ങളുടെ മാതൃഭൂമി പത്രവും മനോരമ ആവശ്യമില്ലാണ്ട് ആ ലേഡിക്ക് പരിഗണന കൊടുത്തത് തെറ്റിപ്പോയെന്ന് നിങ്ങൾ എഴുതേണ്ടി വരും. നമുക്ക് കാണാം. ഓക്കെ, ശരി. താങ്കൾ തിരക്കിലായതുകൊണ്ട് തീർച്ചയായും വളരെ ചില കാര്യങ്ങളിലൊന്ന് ക്ലാരിറ്റി വരുത്തുന്ന വളരെ നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം 2 അതിഥികളിലേക്ക് കൂടിയുള്ള ഒരു പ്രതികരണത്തിലേക്ക് ഇടവേള. ചർച്ചയിലേക്ക് തിരികെ ശ്രീ റെജി ലൂക്കോസ്. അവസാനമായി നേരത്തെ നന്ദകുമാറിനെ വിളിച്ച ചില കാര്യങ്ങൾ ക്ലാരിറ്റിക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ ആ EP-യോടുള്ള ആത്മബന്ധത്തിന്റെ ആ ഒരു ബന്ധം പെട്ടെന്ന് അദ്ദേഹത്തിന് മുറിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ EP-യെ കൂടുതൽ പണി കൊടുക്കുന്ന കാര്യത്തിലേക്ക് വേണം. മറ്റൊരു കാര്യം, ഇനി എന്തായാലും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങൾ ചർച്ച കഴിഞ്ഞു. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഇത് വരികയാണെങ്കിൽ എന്തായിരിക്കും? കാരണം കേരള ഘടകത്തിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ആ ഫോറത്തിൽ. അതുകൊണ്ടൊക്കെ ഇനിയുള്ള ഈ വിഷയം എങ്ങോട്ട് കൊണ്ടുപോകും? അതോ ഈ ഒരു വക്കീൽ നോട്ടീസോടുകൂടിയെല്ലാം അവസാനിക്കുമെന്നാണോ CPM-ന്റെ വിലയിരുത്തൽ? അല്ല, CPM അങ്ങനെയൊന്നും വിലയിരുത്തുന്നില്ല. കാരണം വെച്ചാൽ CPM-ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, CPM-നെതിരെ ഇല്ലാ കഥകളുടെ വേട്ടയാടലുകൾ നിരന്തരമായിട്ട് വരുന്നു. ഇവിടെ ഇപ്പൊ നന്ദകുമാർ ഫ്രോഡും കളഞ്ഞതിനും പാവിയും ഒക്കെയാണ് സംഭവിച്ചത്. നന്ദകുമാറിന്റെ വാക്കുകളൊന്നും നമ്മളെപ്പോലുള്ള ആരും മുഖവരി എടുക്കത്തില്ല. പക്ഷേ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പായതിനു ശേഷം പോയി നന്ദകുമാർ പറയുന്നത് എന്താ? അയാൾ പാവമാണ്, അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ അനാവശ്യമായിട്ട് ഇതിനകത്ത് ഇതിനകത്ത് വൈകാരികമായ തലങ്ങളിലേക്ക് ഇത് കൊണ്ടുപോയതാണ് എന്നൊരു ഈ നന്ദകുമാർ തന്നെ പറയുന്നത് എന്തുകൊണ്ടാ?
ഈ മനുഷ്യൻ നിരപരാധിയായതുകൊണ്ട് മാത്രമാണ് താൻ ക്ഷണിക്കാതെ തന്റെ വീട്ടിൽ വന്ന് കയറിയവരെ കുറിച്ച് ഒരു കഥ ഉണ്ടാക്കി അദ്ദേഹത്തിന്, അതായത് LDF-ന്റെ കൺവീനർ കേന്ദ്ര കമ്മിറ്റി മെമ്പറായ EP ജയരാജനെ 71ാമത്തെ വയസ്സിൽ BJP-യിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ശ്രമം നടത്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് EP ജയരാജനെ മുന്നിൽ നിർത്തിക്കൊണ്ട് CPM-നെ വേട്ടയാടുക. യഥാർത്ഥത്തിൽ ഇവിടെ കുറ്റവാളിയാരാ? ഇവിടുത്തെ പിന്നെ BJP-യിലേക്ക് പോകുന്നുള്ള കുറ്റവാളി പരിവേഷം നിൽക്കുന്നത് K. സുധാകരനാ. ചെന്നൈയിൽ വരെ ചെന്നു അദ്ദേഹം BJP ചേരാൻ വേണ്ടിയിട്ട്. ചെന്നൈയിലേക്ക് ചെന്ന് അവിടെ കാര്യങ്ങൾ കയറുന്ന BJP പ്രവേശിക്കുന്നതിന് അനുകൂലമായ നിലപാടുകളിലെ അവസാന ഘട്ടം എത്തിയപ്പോൾ ആരോ വിളിച്ച് ഭീഷണിപ്പെടുത്തതിന് വേണ്ടി മാത്രം പുറകോട്ട് പോകുന്ന ആളാണ് ഈ K. സുധാകരൻ. BJP-യുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനുമായി K. സുരേന്ദ്രന് അഭേദ്യമായ ബന്ധമുണ്ടെന്നും ഇവർ രണ്ടുപേരോട് ആലോചിച്ചുള്ള ഗൂഢാലോചനയാണെന്നും നന്ദകുമാർ ആരോപിച്ചതിനെ കുറിച്ച് അന്വേഷിക്കണം. അയാളുടെ വാക്ക് എന്തായാലും അതാണ് ഇപ്പൊ കേരളം തിരിച്ചറിയേണ്ടത്. ഈ ഗൂഢാലോചന ആരുടെ ഭാഗത്തുനിന്നുണ്ടായെന്നുള്ളവരും. അതുകൊണ്ടല്ല ഈ വിഷയത്തിൽ പങ്കാളി പോലുമില്ലാത്ത ശോഭാ സുരേന്ദ്രൻ, സ്വന്തം പാർട്ടിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ തന്റെ രാഷ്ട്രീയ ഭാവി പോലും അപകടത്തിലാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചത് എന്തുകൊണ്ടാ? ഇതിന്റെ പിന്നിൽ ഇത് തന്നെയാ. നാളെ ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസിലേക്ക് പോയാൽ അത്ഭുതമില്ല. അതിനുള്ള വാതായനങ്ങൾ അവിടെ തുറന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നാടകം കളിച്ചത്. പണ്ട് CPM-ൽ ചേരാനായിട്ട് തയ്യാറായി വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. പാർട്ടി അടുപ്പിച്ചില്ല. അത് എന്തുകൊണ്ട് അടുപ്പിക്കാത്തതെന്ന് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങള് പിന്നെ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞ മറുപടി കേട്ടായിരുന്നോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഈ ചിത്രം വലിയ രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്യുന്നു. ശോഭാ സുരേന്ദ്രനെ പോലുള്ളവര് ഈ രീതിയിൽ അപമാനിത പിന്നെ കളങ്കിതര എന്തായാലും MP ഗോവിന്ദനും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇടയ്ക്കൊക്കെ അബദ്ധങ്ങളിൽ ചെന്ന് പെടാറുണ്ട് EP എന്നും പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഇളവായി എന്തുകൊണ്ട് EP-ക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. ശ്രീ ഷാബു പ്രസാദ്, ഈ പറഞ്ഞതുപോലെ രണ്ട് പ്രധാനപ്പെട്ട ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ രണ്ടുപേർക്കെതിരെ. വടയുണ്ടാക്കാനും ചായ ഉണ്ടാക്കാനും ഒക്കെ താങ്കൾ പറയുന്നതിന് സമയം എടുത്തേക്കാം, പക്ഷേ ഒരു കഷ്ണം വെള്ള പേപ്പർ മതി. അത് നമുക്ക് കാണാം. 26-ാം തീയതി കഴിയട്ടെ എന്ന് പറഞ്ഞ അനിൽ ആന്റണി ഏത് വഴിക്ക് പോയെന്ന് അറിയില്ല. ശോഭാ സുരേന്ദ്രൻ പറയുന്ന 10 ലക്ഷം ഇനി ഞാൻ 5 പൈസ കൊടുക്കത്തില്ല, ആ സ്ഥലം വാങ്ങിച്ചേ ഞാൻ വിടുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നടന്നിട്ടുള്ള ഈ വഴിവിട്ട കളങ്കിത ഇടപാടുകാരനുമായുള്ള ബന്ധം ഉറപ്പിക്കപ്പെടുകയില്ലേ? BJP-യെ സംബന്ധിച്ചോളം ഇത് ഏതൊക്കെ അർത്ഥത്തിൽ? ഷാബു പ്രസാദ്, അദ്ദേഹത്തിൻ്റെ റേഞ്ച് പ്രശ്നമാണ്. ശ്രീ റെജി ലൂക്കോസ്, എന്തായാലും ഈ പറഞ്ഞതുപോലെ BJP-യും കുറച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണോ? അല്ല, തീർച്ചയായിട്ടും ഇതിന്റെ ഡാമേജ് മുഴുവനും BJP-ക്കാ. സംശയം എന്താ കാര്യത്തില്? BJP പോലെയുള്ള ദേശീയ ഒരു പാർട്ടി അഴിമതിക്കാരെയും കൊള്ളക്കാരെയും അവരുടെ പാളയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, വാഷിംഗ് മെഷീൻ ഇട്ട പോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കുന്നത് പോലെ കേരളത്തിലൊരു ദല്ലാളിനെയും കൊണ്ടുവന്ന് കേരളത്തിലെ സമന്വിതരായിട്ടുള്ള നേതാക്കന്മാരെ, അത് പ്രത്യേകിച്ച് CPM-ന്റെ ഒരു നേതാവിനെ സമീപിച്ചു എന്ന് പറഞ്ഞാൽ അത് നിശ്ചയമായിട്ട് അവർക്ക് തന്നെ കളങ്കം ചാർത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു ദല്ലാളിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു ദല്ലാളുമായിട്ടാണോ പാർട്ടി വളരാൻ ശ്രമിക്കണേ എന്നുള്ള രഘുനാഥ് എന്ന് പറയുന്ന പിന്നെ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ ഇന്ന് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. അത് എത്ര കൃത്യമാണ്? ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കേരളത്തിൽ ഇറക്കാൻ നോക്കിയിൽ നിന്ന് ഇളിപ്പിലായിരിക്കുന്നു. കേരളത്തിലെ 12 നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ 12 നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ശേഷം പിന്നെ തങ്ങളുടെ പാർട്ടിയിലേക്ക് വരാൻ കാത്തിരിക്കുകയാണെന്ന് വെളിപ്പെടുത്തിയത് സാക്ഷാൽ K. സുരേന്ദ്രനാണ്, BJP-യുടെ. അതൊക്കെയാണ് വസ്തുത എന്ന് പറയുന്നത്. ഇതെല്ലാം ശരി. എന്തായാലും റെജി ലൂക്കോസ് നേരത്തെ ബന്ധപ്പെട്ടപ്പോൾ നന്ദകുമാർ പറയുന്നു ഇതൊരു ട്രെയിലർ മാത്രമാണ്, ചിത്രം ഇനിയുമുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനുള്ള സൂചനകൾ കൂടി ചിരിച്ച് നൽകുകയായിരുന്നു. എന്തായാലും ഇനിയും പലതും കാണേണ്ടി വരും. ദല്ലാൾ ബന്ധത്തിൽ ഉലയുകയാണ് EP പേറുമ്പോൾ CPM-ഉം ഒപ്പം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട BJP-യിൽ കടുത്ത ഭിന്നതയും രൂപപ്പെടുന്നു.